മലപ്പുറം എടരിക്കോട് ദേശീയപാതയിൽ ബൈക്ക് കൊണ്ട് യുവാവിന്റെ അഭ്യാസ പ്രകടനം. അപകടകരമായി വാഹനം ഓടിച്ച ഇയാളെ തടഞ്ഞ് നാട്ടുകാർ പോലീസിലേൽപ്പിച്ചു. ജംഷീർ കൊടിഞ്ഞ് വിവരങ്ങൾ നൽകും. ജംഷീർ, യുവാവ് ഈ ബൈക്കിന് മുകളിൽ കിടന്നു വരെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഒടുവിൽ നാട്ടുകാർ തന്നെ ഇടപെട്ട് ഇയാളെ പിടികൂടുകയായിരുന്നു. ദിവ്യാൻ സൈഫ്, തീർച്ചയായിട്ടും. കാരണം ഇത് നമുക്കറിയാം, ഇപ്പം നവീകരിച്ച ദേശീയപാതയാണ്. അത് സ്പീഡ് ട്രാക്ക് വരെ ഉൾപ്പെടെയുള്ള ദേശീയപാതയാണ്. വാഹനങ്ങൾ അമിത വേഗതയിൽ അല്ലെങ്കിൽ വേഗതയിൽ പോകുന്ന ഒരു റോഡാണ്. ഈ റോഡിലാണ് ഈ യുവാവ് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനം കാണിച്ചത്. എടരിക്കോട് നിന്നാണ് ഇയാൾ ഈ ദേശീയപാതയിൽ കയറിയത്, ആറുവരിപ്പാതയിൽ കയറിയത്. അതിനുശേഷം ഇതുപോലെ കിടന്നും ചെരിഞ്ഞിരുന്നും കൈവിട്ടുമൊക്കെ അഭ്യാസം കാണിച്ച് ട്രാക്കുകൾ പല തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. പിന്നീട് ഇത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അങ്ങനെ കക്കാട് വെച്ചാണ് ഇയാളെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വാഹനം ചേസ് ചെയ്ത് നിർത്തിപ്പിക്കുകയായിരുന്നു. തുടർന്ന് തിരൂരങ്ങാടി പോലീസിൽ യുവാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. മലപ്പുറം തിരൂർ മംഗലം കൂട്ടായി സ്വദേശിയായ മുഹമ്മദ് ഫാരിസ് എന്ന 27-കാരനാണ് ഈ അഭ്യാസ പ്രകടനം നടത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വലിയ ഒരു അപകടത്തിന് ആക്കം വെക്കുന്ന തരത്തിലായിരുന്നു ഇയാളുടെ ഈ ബൈക്കിലുണ്ടായിരുന്ന അഭ്യാസം. ഭാഗ്യം കൊണ്ടാണ് മറ്റു വാഹനങ്ങൾ ഇടിക്കാതെയോ അല്ലെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടാകാതെയോ പോയത്. കാരണം നമുക്കറിയാം, വാഹനങ്ങൾ വലിയ വേഗത്തിൽ വരുന്ന നവീകരിച്ച ദേശീയപാതയാണ്, അതിലെ വേഗത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇയാൾ രക്ഷപ്പെട്ടതും അല്ലെങ്കിൽ മറ്റൊരു അപകടം ഉണ്ടാകാതിരുന്നതും എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ വൈകുന്നേരമാണ് സംഭവം.